നീ അറിയപ്പെടാത്ത ചില ഭാഷക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ അനേക ജാതികളുടെ ഇടയിൽ എൻ്റെ വേല ചെയ്യും. നീ അനേക രാജ്യങ്ങളിൽ പോകും. നീ 5 ഭൂഖണ്ഡങ്ങൾ കവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദൂത് പറഞ്ഞു. ഞാനിതെല്ലാം കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ ചിരി വന്നു. കാരണം ഞാൻ വിദ്യാഭ്യാസമൊക്കെ ഉഴപ്പി ഒരു കാര്യം പഠിക്കുന്ന ചെറിയ മില്ലും കൊണ്ട് അന്നത്തെ ചക്ക ഉണ്ടല്ലോ, അതും കൊണ്ട് നടക്കുന്ന സമയമാണ്. എന്നെക്കുറിച്ചാണ് ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച്. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പം പാഷയോട് ചോദിച്ചു, പാഷയ്ക്ക് ഇന്ന് വല്ല തെറ്റിപ്പോയോന്നും. പുള്ളിക്കാരിങ്ങനെ എന്താ അല്ല എന്നെക്കുറിച്ച് തന്നെയാണോ? പുള്ളി രക്ഷപ്പെടാനായിട്ട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, വേറൊന്നും എനിക്കറിയത്തില്ല. പുള്ളിക്കാർ തിരിച്ച സ്ഥലം വിട്ടു. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് എന്നോടുകൂടെ പാസ്റ്റർ PS കറിയായുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ 45 വർഷത്തിലധികമായി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലാണ് അദ്ദേഹം. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹനേദാൻ ഫെലോഷിപ്പ് എന്ന ഉത്തരേന്ത്യൻ സഭാ പ്രസ്ഥാനത്തിൻ്റെ നാഷണൽ പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ചിങ്ങവനം സ്വദേശിയാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ ഉത്തരേന്ത്യൻ ജീവിതത്തിൻ്റെയും മിഷൻ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഭാഗമായി നിരവധിയായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് പറയുവാനുണ്ട്. ആ ജീവിതാനുഭവങ്ങളിലേക്ക്, ശുശ്രൂഷ അനുഭവങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വാഗതം ചെയ്യാം പാസ്റ്റർ PS കറിയായെ. യെസ് അച്ഛാ, സ്വാഗതം. ബോംബെയിലാണ് കഴിഞ്ഞ 45 വർഷമായിട്ട് പാർക്കുന്നത്. ബോംബെയിൽ 87 വരുന്നത്. 87 എത്തുന്നു വരുന്നത്. അതിനു മുമ്പ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്. കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആരുടെ കൂടെ പ്രവർത്തിച്ചിരുന്നു? അവിടെ ഞാൻ പാസ്റ്റർ PG വർഗീസിൻ്റെ കൂടെ, PG വർഗീസ് പാസ്റ്ററുടെ കൂടെ, ബ്രദർ PG വർഗീസിൻ്റെ കൂടെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെന്തിനാ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് വിട്ടുപോയെന്തിനാ? അത് പിണങ്ങിയൊന്നും പിരിഞ്ഞല്ലോ? പിണങ്ങിയൊന്നും പിരിഞ്ഞല്ലോ. ഇപ്പോഴും വിളിക്കാറുണ്ടോ? ഉണ്ട്, കാണാറുണ്ട്. ഓക്കെ. അപ്പം PG വർഗീസിൻ്റെ കൂടെ ആരംഭ കാലഘട്ടത്തിൽ കാശ്മീരിലൊക്കെ പ്രവർത്തിച്ച ജീവിതത്തിലെ ഒരു വലിയ അനുഭവം അല്ലേ? അന്ന് ഈ കാശ്മീരിലൊക്കെ ഒത്തിരി പട്ടിണിയും പ്രയാസവും ഒക്കെ അനുഭവിച്ചല്ലേ നിങ്ങൾ പ്രവർത്തിച്ചത്? അതോ? അയ്യോ, പിന്നെ അല്ലേ, ആ സമയത്ത് ഒരു ചെറിയ സപ്പോർട്ട് മാത്രമാണ് തരുന്നത്, ലഭിക്കുന്നത്. ഓക്കെ. അത് നമ്മുടെ വാടക കൊടുക്കാൻ തികയത്തില്ല. പിന്നെ അന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്? അന്ന് നമുക്ക് ഈ ഗോസ്പൽ പായ്ക്കറ്റ് കിട്ടും. ഒരു 23 പൈസയ്ക്കാണ് PG വർഗീസിൻ്റെ ഓഫീസിൽ നമുക്ക് തരുന്നത്. അത് നമ്മളൊരു 50 പൈസയ്ക്ക് കൊടുക്കും. അപ്പോൾ അതിലൊരു 27 പൈസയുടെ ലാഭം കിട്ടും. ആ കാശ് കൊണ്ട് കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അന്ന് ആളുകൾ ഇതൊക്കെ വാങ്ങുമായിരുന്നു? അങ്ങനെ വാങ്ങുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അന്ന് മനുഷ്യർക്ക് ദൈവവചനം എന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കും. പക്ഷെ അവിടെ ഒരു പ്രതിസന്ധി ഉള്ളത്, ഒരു പ്രാവശ്യമേ ഒരാളെ ഒരു വീട്ടിൽ വാങ്ങിക്കും. കാരണം ഇത് എന്നും തന്നെ പിന്നെ ഒന്ന് തന്നെയാണല്ലോ കൊടുക്കുന്നത്. അതെ. അപ്പോൾ പുതിയ ആളുകളെ കണ്ടെത്തണം. നമ്മളെ അതുകൊണ്ട് ഒത്തിരി ഗ്രാമങ്ങൾ, ഒത്തിരി വീടുകൾ നമ്മൾക്ക് കയറണം. അവിടെ കൊണ്ട് സുവിശേഷം എത്തിക്കാം. ചിലർ വാങ്ങിക്കത്തില്ല. വാങ്ങിക്കാത്തവർക്ക് കൊടുക്കാനുള്ളതായ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ലഘുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് കൊടുക്കും. വാങ്ങിക്കുന്നവർക്ക് ഇതുകൂടെ കൊടുക്കും. അതിനകത്ത് കുറച്ച് ഗോസ്പൽ സുവിശേഷ പ്രതികളൊക്കെ അതിനകത്തുണ്ടായിരിക്കും. അത് കൊടുക്കും. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഒരു മെയിൻ പരിപാടിയായിരുന്നത്. നല്ല അന്നൊക്കെ ഈ കളറിൽ പ്രിൻ്റ് ചെയ്ത മെറ്റീരിയൽ വളരെ കുറവാണ്. അപ്പം നമ്മളൊരു പാക്കറ്റ് നിറച്ച് ഈ കളറിൽ നല്ല ഭംഗിയായിട്ട് കളറിൽ പ്രിൻ്റ് ചെയ്തേക്കുന്ന ഗോസ്പൽ പാക്കറ്റാണ്. ആ ഗോസ്പൽ പാക്കറ്റ് അന്ന് ഞങ്ങളത് വിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് 1 രൂപയ്ക്കാണോ 50 പൈസയ്ക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. 1 രൂപയ്ക്കാണോ 50 പൈസയ്ക്കാണോ? ഞാൻ 35 വർഷം മുമ്പുള്ള കാര്യമായി പറയുന്നത്. അപ്പോൾ ബസ്സിൽ കയറും. ഒരാൾ മുന്നിൽ നിന്ന് ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകും. ഒരാൾ ഇങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ഓരോന്ന് കൊടുക്കും. എന്നിട്ട് ലാസ്റ്റിലാണ് പറയുന്നത് ഒരു 50 പൈസയേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ആ വില പറയും. എന്നിട്ട് നമ്മൾ ചെല്ലുമ്പം മിക്കവാറും ആളുകൾ കുറേ പേരൊക്കെ അത് വാങ്ങും. ഞങ്ങളന്ന് പരമേശ്വർക്ക് വാരമില്ലുക്കായി ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതെ.
അന്നേരം ദൈവത്തെക്കുറിച്ച് കേൾക്കാനും അറിയാനും എല്ലാവർക്കും ആഗ്രഹമുണ്ടായി. താല്പര്യമുണ്ട്. വായിച്ചു വരുമ്പോഴാണ് യേശുക്രിസ്തു ഇതിലേക്ക്. അതെ, അല്ല പരമേശ്വർ എന്ന് പറയുമ്പം യേശുക്രിസ്തു പരമേശ്വരനാണല്ലോ. അതെ. ഓക്കെ, എനിവേ അങ്ങനെ ഒരു എക്സ്പീരിയൻസോടെ ബ്രദർ പി ജി റീസിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. അതിന് ശേഷമാണ് മുംബൈയിലേക്ക് വരുന്നത്. പാസ്റ്റർ പിന്നെ പി ടി വർഗീസുമായിട്ട് കണ്ടുമുട്ടുന്നത്. മുമ്പ് നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ല. 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 ഓക്കെ, ആദ്യമായിട്ട് ബോംബെ വെച്ചാണ് കാണുന്നത്. ഓക്കെ, പിന്നെ അച്ഛൻ്റെ സ്വദേശം പിന്നെ ചിങ്ങവനമാണെന്ന് പറഞ്ഞു. പിന്നെ ചിങ്ങവനത്തെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞേ. ഞങ്ങളെ ഇവിടുത്തെ ക്നാനായ യാക്കോബായ കുടുംബത്തിലാണ് ഞങ്ങൾ. ക്നാനായ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഓക്കെ. എൻ്റെ പിതാവ് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ഓക്കെ. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കാര്യം അതേക്കുറിച്ച് എതിർപ്പുള്ള ആ കാലഘട്ടം. ഇന്ന് ഇവിടുത്തെ ക്ലീമിസ് മെത്രാപ്പൊലിത്തായുടെ അരമനയിൽ അച്ചമ്പട്ടം പഠിക്കുന്ന എൻ്റെ പിതാവും പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് പെന്തക്കോസുകാരുടെ ഒരു പ്രവർത്തനം ഈ ഏരിയയിലുണ്ടായിരുന്നു. അത് വിയത്തമ്പിയുടെ ആണോ? അല്ലല്ല, വിയത്തമ്പിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ പി എൻ ചാണ്ടപ്പിള്ള സാറും വി കെ കുര്യാക്കോ സാറും ഇവരെല്ലാം കൂട്ടുകാരായിരുന്നു. ആ സമയത്തോടൊരു അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്. അതിനകത്ത് ചെന്ന് വിശ്വാസ സ്നാനത്തെക്കുറിച്ച് പഠിച്ചു. അപ്പം അത് ശരിയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ അച്ചമ്പട്ടത്തിന് പഠിക്കുന്നിടത്ത് എൻ്റെ ഒരു അറിവനുസരിച്ച് ഇതൊരു ചോദ്യം ഉണ്ടായി. അപ്പോൾ തർക്കം വാദം ഉണ്ടായി. അന്നേരം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛനെ തിരുമേലെടുത്ത് പറഞ്ഞ് ഈ ബാച്ച് ശരിയാകത്തില്ല, ഇവർക്ക് ഇവിടുന്ന് പെന്തക്കോസുകാരുടെ ക്ലാസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചൊക്കെ പിരിച്ചുവിടുകയായിരുന്നു. അത് ശരി, കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ അങ്ങനെ എൻ്റെ പിതാവ് സ്നാനപ്പെട്ട് രഹസ്യമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പരസ്യമായി. ഒരു 22 വർഷം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. ഞങ്ങൾ പിള്ളേരും, ഞങ്ങൾ 8 പിള്ളേർ. പക്ഷേ ജ്ഞാനായ സമുദായത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് ഒരാൾ വിശ്വാസത്തിലോട്ട് വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ പ്രയാസം അല്ലേ? വലിയ പ്രയാസം. ഇപ്പം പോലും പ്രയാസമാണ്. അതെ, അന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒത്തിരി. പക്ഷേ ഈ ക്ലിമിസ് തിരുമേനി ബന്ധുക്കോസുകാരോടൊക്കെ വളരെ പിന്നെ സഹകരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ സഹകരിക്കുന്നല്ല ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അതല്ലേ സാധിക്കത്തുള്ളൂ. കാരണം ഒരു വിശ്വാസ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കത്തില്ല. പക്ഷേ നമ്മളോടൊക്കെ പോകാൻ സമ്മതിക്കത്തില്ല. സ്വാഭാവികമാണ്. ഓക്കെ, അതിൻ്റെതായ എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിയിൽ ഇതൊരു വലിയ വിഷയമായില്ലേ? നിങ്ങൾ ഈ ഇതെന്ന് പറയുന്നത് ഈ ജ്ഞാനായ കുടുംബങ്ങൾ എന്ന് പറയുന്നത് വല്ലാതെ കണക്റ്റഡാണ് അല്ലേ? അപ്പോൾ അതൊരു വിഷയമായില്ലേ? ഒറ്റപ്പെട്ടായിരുന്നു. എല്ലാം പ്രശ്നമായി. ഞങ്ങളുടെ പിതാവ് മാത്രമേ ഉള്ളൂ. ഊരുവലക്കും. എൻ്റെ അമ്മയും ഞങ്ങൾ മക്കളും ഇല്ല. മക്കളും അമ്മയൊന്നും ഞങ്ങൾ പള്ളിയിലാണ് പോകുന്നത്, യാക്കോബ പള്ളിയിലാണ് പോകുന്നത്. ശരി. 22 വർഷം അച്ഛൻ ഒറ്റയ്ക്ക് പള്ളിയിൽ വരാതെ പെന്തക്കോസ് ആരാധനയിൽ പോയി വിശ്വാസത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്നു. അപ്പോൾ വീട്ടിൽ ഇതൊരു ഡിസ്കഷനോ കാര്യമൊന്നും അല്ലേ? വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെങ്കിൽ പാസ്റ്റർമാർ വരും, പ്രാർത്ഥന നടക്കും. എൻ്റെ അച്ഛൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ എതിർപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മക്കൾക്ക് ഒന്നും അങ്ങനെ അപ്പനോട് അങ്ങനെ എതിർത്ത് പറയുകയൊന്നുമില്ല? പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് മാറി ഹൈ റേഞ്ചിൽ കൊച്ചറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം പോയി. സ്ഥലം വാങ്ങിച്ചു. എന്തിനാ പോയി? ജീവിക്കാൻ വേണ്ടി. കൃഷി അങ്ങനെ അതൊക്കെ നോക്കിയല്ലേ? ആ സമയത്ത് അത് ഞങ്ങളുടെ ചിന്തയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അച്ഛൻ്റെ അകത്ത് സ്കൂൾ ജോലി വിട്ടിട്ട് സുവിശേഷമില്ല. അച്ഛനപ്പോൾ സ്കൂളിലായിരുന്നു? സ്കൂൾ ടീച്ചറായിരുന്നു. അധ്യാപകനായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും പാസ്റ്റർ പി ജെ ദാനിയൽ സാറിൻ്റെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം കൂടെ ഒരു ഇൻഫ്ലുവൻസ് സുവിശേഷം എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലി റിസൈൻ ചെയ്തു. ഹൈറേഞ്ചിലെ ആദ്യകാലത്തെ സുവിശേഷ പ്രവർത്തകരിലെ ഒരാളാണ്. ഫാദറിൻ്റെ പേരെന്തുവായിരുന്നു? പി ടി സ്കറിയ. ഫാദറെ അവിടെ സുവിശേഷമല്ല ഗ്രാമങ്ങളിൽ നടന്നു. പല സഭകൾ ഫാദർ ആരംഭിച്ചിട്ടുണ്ട്. പാസ്റ്റർ പി ജെ ദാനിയൽ സാറിൻ്റെ കെയർ ഓഫിലായിട്ട് അവിടുത്തെ ആദ്യത്തെ പ്രവർത്തനം ഫാദർ തുടങ്ങുന്നത്. ആ പ്രസ്ഥാനത്തിൽ പി ടി സ്കറിയയ്ക്ക് എന്തെങ്കിലും ചുമതല ഉണ്ടായിരുന്നു? ഹൈ റേഞ്ചിൻ്റെ ചുമതല ആ സമയത്ത് സെൻട്രൽ പാസ്റ്റർ. സെൻട്രൽ പാസ്റ്റർ എന്നൊക്കെയുള്ള ചുമതലയുണ്ടോ? ആ ഏരിയയുടെ ചുമതല പുള്ളിക്കാരനായിരുന്നു. പിന്നെ അച്ഛനൊക്കെ എങ്ങനെ വിശ്വാസത്തിലോട്ട് വരുന്നത്? ഞങ്ങൾ അതും ഒരു കഥയാണ്.
അതിൻ്റെ അടുക്കൽ മുളകരമഠം എന്ന് പറയുന്ന ശങ്കരങ്കാനം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ചർച്ചക്കൊണ്ടൊരു ചർച്ചുണ്ട്. ആ ചർച്ചിലെ പിന്നെ ഒരു പാസ്റ്ററെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇരിക്കുക. അവിടെ ആ കാലഘട്ടം എന്ന് പറയുന്നത് സംഘടനാ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ച് പിന്നെ സഹകരിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അച്ഛൻ എല്ലാവരുമായിട്ട് സഹകരിക്കുന്ന, എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് പോകുന്നൊരു വ്യക്തിയായിരുന്നു. 21-ാമത്തെ ദിവസം അവരുടെ ഉപവാസ പ്രാർത്ഥനയുടെ സന്ധ്യാസമയത്തെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ മീറ്റിംഗ് ഞങ്ങളുടെ വീട്ടിൽ നടത്തണമെന്ന് പുള്ളിക്ക് പറയാറുണ്ട്. തോന്നൽ. ഉദ്ദേശം ഒരു 5-6 കിലോമീറ്റർ കാണും. വിശ്വാസികളെല്ലാം എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ പറഞ്ഞു നമുക്ക് ഇന്ന് അവിടെ ആണ്. ഇവരെല്ലാവരും കൂടെ നടന്ന് 6 കിലോമീറ്റർ നടന്ന് ഒരു പെട്രോമാക്സും ഒക്കെ 2 കത്തിച്ച് വീട്ടിൽ വന്ന് അന്നേരം ഞങ്ങളെല്ലാം കിടന്നുറങ്ങി. അന്നേരം വീട്ടിൽ വന്ന് വാതൊക്കെ വന്ന് മുട്ടി. അച്ഛൻ ചെന്നക്കാതെ തുറന്ന് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരു മീറ്റിങ്. അപ്പോൾ രാത്രി ഒരു 10 മണി രാത്രിയായി കാണും. അപ്പോൾ അത് അച്ഛന് കാര്യം മനസ്സിലായി. ഇവരെത്ര പേരുണ്ട്? ഇവരാ സഭ മൊത്തം ഉണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നവരെല്ലാം കൂടെ വരാൻ വെയിറ്റ് ചെയ്തിരുന്നു. എല്ലാവരും കൂടെ വന്നതിന് ശേഷം എല്ലാവരും കൂടെ നടന്നാണ് വരുന്നത്. വന്ന ഈ പെട്രോൾ മാക്സോ കത്തിച്ച് രാത്രി കത്തിച്ച് വരികയാണ്. അവിടെ വീട്ടിൽ വന്നു. അങ്ങനെ പറഞ്ഞു. അവിടെ വീട്ടിൽ യോഗം വെച്ച് പറഞ്ഞു. കാരണം ഞങ്ങളെല്ലാം ഉണർത്തി. ഈ രാത്രി തന്നെ ഞങ്ങളെല്ലാം ഉണർത്തി. ഞങ്ങളെല്ലാം ഇരിക്കുകയാണ്. ഇന്നൊന്നും ചിന്തിക്കാൻ പോലും പറ്റുമല്ല. ആദ്യത്തെ പാട്ട് പാടി. ആ പാട്ടിൻ്റെ എൻഡെന്ന് പറയുന്നത് അഭിഷേകത്താൽ എല്ലാവരും അങ്ങ് നിറഞ്ഞ് അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുക. ഈ സമയം ഞങ്ങൾ രക്ഷിക്കപ്പെടാത്ത ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു വലിയ ഹെവി വണ്ടി സ്പീഡിൽ വന്ന് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ബ്രേക്ക് ഇതുപോലെ. അപ്പോഴിവരെല്ലാം ആത്മാവിലായിട്ട് ഒരു വലിയ ദൈവപ്രവർത്തനം. അന്ന് ഞങ്ങളുടെ അമ്മ എഴുന്നേറ്റു, എൻ്റെ ജ്യേഷ്ഠൻ എഴുന്നേറ്റു, ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് എഴുന്നേറ്റു. അന്ന് എല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതായിരുന്നു ഞങ്ങളുടെ രക്ഷയിലേക്ക് നടത്തപ്പെടുന്ന. അവിടെ ചോദ്യം പറച്ചിലൊന്നുമില്ല. അച്ഛൻ അതിന് പ്രായമുണ്ടോ അന്നേരം? എനിക്കൊരു 20 വയസ്സിന് 20 വയസ്സ് താഴെയോ. 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ് അന്ന് രാത്രി ആ മീറ്റിംഗ് പിന്നെ വീട്ടിൽ. ഞങ്ങളുടെ ആ വീട്ടിൽ അമ്മ എഴുന്നേറ്റതോടെ എല്ലാവർക്കും അന്നേരം ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2-3 പേര് അപ്പോൾ അന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു, സമർപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു. എന്തൊക്കെ സഭയിലാണ് ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ചിങ്ങവനത്തു നിന്നുള്ള ജ്ഞാനായ ബന്ധമൊക്കെ വിട്ടു. അപ്പോൾ അവിടെ ഞങ്ങൾ ജ്ഞാനായക്കാരായിരുന്നു അന്നില്ല. അപ്പം ഞങ്ങൾ പോയി താമസിച്ചിടത്ത് ജ്ഞാനായക്കാരില്ല. ഞങ്ങളുടെ രക്ഷയിലേക്ക് നടത്താനായിട്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു അത്. അവിടെ മാറി താമസിച്ചു. 22 വർഷത്തോളം എൻ്റെ പിതാവ് ഒറ്റയ്ക്ക് നിന്ന് അനേക ദൈവദാസന്മാരെ കണ്ണുനീരോടെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളോട് സുവിശേഷം പറഞ്ഞു. എന്നും വൈകിട്ടത്തെ ഞങ്ങളുടെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയിൽ ഒരു വേദഭാഗം വായിച്ച് ചില സുവിശേഷം പറഞ്ഞു ഞങ്ങളുടെ അച്ചായൻ. പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിത്യത അവകാശമാക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കരയും. നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ് കരയും. അത് അതൊന്നും അന്നേരം അത്രയും അറിയത്തില്ല. പക്ഷേ ഈ ഒരനുഭവം അതിനായിരിക്കണം ദൈവം ഞങ്ങളെ ഈ ചിങ്ങവനത്തുനിന്ന് ഹൈറേഞ്ചിലേക്ക് കൊണ്ടുപോയതെന്നാണ് ഞങ്ങൾ ഇന്ന് വളരെ ബലമായി വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഹൈറേഞ്ചിൽ ആരെങ്കിലും ഉണ്ടോ? ഒരനിയൻ മാത്രമേ ഉള്ളൂ. ഏറ്റവും അനിയൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും. ഓക്കെ. അച്ഛൻ ഈ 20-ാമത്തെ വയസ്സിൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് എനിക്ക് പോലീസിൽ പോകുന്നതായിരുന്നു ഇഷ്ടം. ഞാൻ ഇടുക്കി ജില്ല രൂപം കൊണ്ടപ്പോൾ അവർക്കൊരു 130 ആംഡ് റിസർവിൽ പോലീസുകാരെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ ഇൻ്റർവ്യൂവിന് പോയി. അപ്പം ഞങ്ങൾ 2000 പിള്ളേർ വന്നതിൽ 500 പേര് പാസ്സായി. അവർക്കൊരു 130 പേരെ മതി. അപ്പോൾ അന്നത്തെ രീതിയിലൊരു സ്വാധീനം ചെലുത്താൻ ഒരാളെ പറഞ്ഞു വിട്ടു. അപ്പോൾ അത് കിട്ടും. പിന്നെ കുറച്ച് പൈസയുടെ ചിലവുണ്ട്. അപ്പം വീട്ടിൽ അന്നത്തെ കാലം സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയുള്ള സമയമാണ്. അപ്പം എൻ്റെ പിതാവ് ഒരു ഗവൺമെൻറ് ജോലിയല്ലേ, നമുക്കൊരു കൂട്ടിൽ നിൽക്കുന്ന 2 പശുവിനെ വിറ്റേ പൈസ സംഘടിപ്പിച്ച് ജോലി അങ്ങ് ശരിയാക്കാം. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ വന്ന് പറഞ്ഞു, മോനെ പോലീസിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു 10 ദിവസം ഉപവാസമായിരിക്കാം.
ആദ്യമായിട്ട് ഞാനൊരു 10 ദിവസം ക്ലാസ് എടുത്തു. അന്ന് ആദ്യമായിട്ട് ആദ്യമായിട്ട് ഉപവസിക്കുക 10 ദിവസം. എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ എന്തിനോടെ പ്രാർത്ഥിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സഭയിൽ അറിയിച്ചു. ചുറ്റുപാടുള്ള സഭക്കാരൊക്കെ ആയി, എല്ലാവരും വന്നു, പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ റൂമിനകത്ത് നിറച്ച് ആൾക്കാർ വരും, രാവിലെയും വൈകിട്ടും എല്ലാം ആൾക്കാർ വരും, പ്രാർത്ഥന തുടങ്ങുക. 7ാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ പ്രാർത്ഥന, ഞങ്ങൾ റൂം നിറച്ചാളുണ്ട്. അന്ന് അവിടുന്ന് ഒരു 32 കിലോമീറ്റർ കാണും മുളകരമട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ചർച്ചക്കോടിലിരിക്കുന്ന TS ചെറിയാൻ പാസ്റ്ററാണ്. പുള്ളിക്കാരൻ ഞങ്ങളുടെ വീടുമായിട്ട് ബന്ധവുമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരികയും പ്രയർ നടത്തുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന പുള്ളി അറിയിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ. പുള്ളി രാവിലെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദൈവാത്മ പ്രേരണ ഞങ്ങളുടെ വീട്ടിൽ പോകാൻ. പുള്ളിക്കാരൻ അവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ 2 മണി സമയം, ഉച്ച കഴിഞ്ഞാൽ 2 മണി സമയം. ആ സമയത്ത് ഇവിടെ എല്ലാവരും പാട്ടുപാടി ആത്മാവിൽ ഇങ്ങനെ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പാട്ട് തീർന്നാണ് പുള്ളി എഴുന്നേറ്റ് വന്നിട്ട് തലയെ കൈവച്ചിട്ട് പറഞ്ഞു, നീ ഉപവസിക്കുന്ന കാര്യം നടക്കില്ല. ഞാൻ ഉപവസിക്കുന്ന പുള്ളിക്കാരനോട് ആരാ പറഞ്ഞേ? അടുത്തത്, ഞാൻ തന്നെ എൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നു. പിന്നെ പ്രവചനമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നീ അറിയപ്പെടാത്ത ചില ഭാഷക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ അനേക ജാതികളുടെ ഇടയിൽ എൻ്റെ വേല ചെയ്യും. നീ അനേക രാജ്യങ്ങളിൽ പോകും. നീ 5 ഭൂഖണ്ഡങ്ങൾ കവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദൂത് പറഞ്ഞു. ഞാനിതെല്ലാം കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ ചിരി വന്നു. കാരണം ഞാൻ വിദ്യാഭ്യാസമൊക്കെ ഉഴപ്പി ഒരു കാര്യം പഠിക്കുന്ന ചെറിയ മില്ലും കൊണ്ട് അന്നത്തെ ചക്ക ഉണ്ടല്ലോ, അതും കൊണ്ട് നടക്കുന്ന സമയമാണ്. എന്നെക്കുറിച്ചാണ് ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച്. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പം ഭാഷയോട് ചോദിച്ചു, ഭാഷയ്ക്ക് ഇന്ന് വല്ല തെറ്റിപ്പോയോന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ എന്താ അല്ല എന്നെക്കുറിച്ച് തന്നെയാണോ? പുള്ളി രക്ഷപ്പെടാനായിട്ട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, വേറൊന്നും എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ തിരിച്ച സ്ഥലമുണ്ട്. ഇത് കേട്ടോണ്ട് എൻ്റെ പിതാവ് പറഞ്ഞു, എന്നെ സുവിശേഷമേലേക്ക് കണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ പിതാവിൻ്റെ പ്രേരണ കൊണ്ട് ഞാൻ മണക്കാല ഹൈസ്കൂളിൽ ദൈവവചനം പഠിക്കാൻ പോയി. 76 മുതൽ മണക്കാലയിൽ ചേർന്ന് പഠിച്ചു. അപ്പം അവിടുത്തെ ആദ്യത്തെ ബാച്ചാണോ? ഞാൻ അവിടുത്തെ CTH മലയാളം മീഡിയമാണ്. ഞാൻ ചെല്ലുന്ന വർഷമാണ് അവിടെ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ 3 വർഷത്തെ മലയാളം മീഡിയത്തിൽ ഞാൻ പഠിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ ആലപ്പുഴ ജോർജ് കുട്ടിച്ചാന് സാധു സുന്ദര സിംഗിൻ്റെ ജീവചരിത്രത്തിൽ ഒരു ചെറിയ ബുക്കിലെറ്റ് പ്രധാന ഭാഗം മാത്രം എഴുതി. അതെൻ്റെ കിട്ടിയത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അപ്പം ഞാൻ ആ ബുക്ക് ഒത്തിരി കോപ്പി മേടിച്ചിട്ട് ഈ പായിപ്പാട് ഇങ്ങനെ ആ ചുറ്റുപാടുകളിലെല്ലാം കവലകളിൽ നടന്ന് ജംഗ്ഷനിൽ കൂടെ വീടുകളിലെല്ലാം കിടന്നത് കൊടുക്കുമായിരുന്നു. അപ്പം എനിക്ക് അത് വായിച്ചപ്പോൾ സാധു ഹിമാലയ പർവ്വതത്തിൻ്റെ കങ്കണ വാലി, കുലു വാലി, മണ്ടി വാലി പർവ്വതങ്ങളിൽ വേല ചെയ്യുന്ന വായിച്ചപ്പോൾ കർത്താവ് എന്നെ കൊടുത്ത് വിടാവും, ഞാനും കൂടെ അവിടെ പോകാം. ഏതായാലും ഞാൻ 80 ജനുവരി 22 അതിന് മുമ്പ് PG വർഗീസുമായിട്ടൊരു എങ്ങനെയോ ഒരു കോണ്ടാക്ട് നേരിൽ കണ്ടില്ല. അപ്പം വരാൻ പറഞ്ഞു. അങ്ങനെ പത്താംകുട്ടി എന്നു എൻ്റെ ആഗ്രഹം പോലെ നേരെ ഒരു ഒറീസക്കാരനൊരു സാഹു എന്ന് പറയുന്ന മനുഷ്യൻ്റെ കൂട്ടത്തിൽ കങ്കണ വാലി കുലു വാലിയിലേക്ക് അവിടുന്ന്. അപ്പോൾ ഈ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ലല്ലോ? ഇല്ല, അറിയത്തില്ല. ആദ്യമായിട്ട് പോയി. എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ കൂടെ വരുന്ന സാഹുവിന് ഹിന്ദിയും അറിയാം. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? അത് വലിയ തമാശയാണ്, കൂടുതൽ ആക്ഷനാണ്. അതിൻ്റെ ഒക്കെ ഒത്തിരി കഥയുണ്ട്. അതൊക്കെ ചിരിക്കാൻ പറ്റിയ കഥകളാണ്. ഒരു ചെറിയൊരു പറയാവുന്ന ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ അവിടെ പോവുക. ഇദ്ദേഹം മുമ്പിൽ പോകുന്നു, ഞാൻ പുറകെ പോകുന്നു. പുള്ളി ഒരു ബസ്സേ കയറി, ഞാൻ ബസ്സേ കയറി. പുള്ളി എഴുതി, ഞാൻ അപ്പുറത്തിരുന്നു. പുള്ളി എഴുന്നേറ്റ് ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി ബസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഇറങ്ങി. ഞാനും കൂടെ ഇറങ്ങി. പുള്ളി ഒരു വീട്ടിൽ ചെന്ന് കയറി. ഒരു ചെറിയ റൂമാണ്. ഞാൻ അതിനകത്ത് കയറി കിടന്നു. സന്ധ്യയായി. അപ്പുറത്ത് ഞാൻ ഇപ്പുറത്തും കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെച്ച് എന്നോട് പറഞ്ഞു, തയ്യാർക്കരവായി എന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെയും വന്ന് പറഞ്ഞു, തയ്യാർക്കരവ്. എനിക്കൊന്നും മനസ്സിലായില്ല. 3ാമത്തെ പ്രാവശ്യം പുള്ളിക്ക് മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലായില്ല. പുള്ളി അയ്യെന്നൊരു പാൻ്റ് എടുത്തിട്ട് ഇട്ട് കാണിച്ചതിനോട് ഒരു ഞാൻ പാൻ്റ് ഇട്ടു. അന്ന് പുള്ളി എന്നെ 42 കിലോമീറ്റർ നടത്തി. 42 കിലോമീറ്റർ സുവിശേഷം പ്രതി കൊടുത്ത് നടക്കുക. ഇങ്ങനെ വനമുണ്ട്, നിങ്ങളുടെ വീടുകളുണ്ട്, പർവ്വതമാണ്,
കയറി ഇങ്ങനെ നടക്കുക. അവസാനം എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു നമ്മൾ കുറഞ്ഞത് ഒരു 42 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരനും കൂടെ വന്നു. അവിടെ താമസിക്കുന്ന സാധു സുഭാഷ് കുട്ടികൾ കേട്ടിട്ടുണ്ടോ? സുന്ദർ സിംഗിന് ശേഷം അദ്ദേഹം ആക്ച്വലി ഒരു മലയാളിയായിരുന്നു. അദ്ദേഹം അതേ നിലയിൽ ഞങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഒരു റോഡിൻ്റെ സൈഡിൽ ഒരു മരത്തെ മാടമൊക്കെ വെച്ച് താമസിച്ച് അദ്ദേഹം ഇങ്ങനെ സഞ്ചിയിട്ട്, അപ്പോൾ ഈ സന്യാസിമാരുടെ കാവ്യ വസ്ത്രമാണ് ധരിക്കുന്നത്, മുടിയൊക്കെ നീട്ടി. പക്ഷേ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് നടക്കുന്നൊരു അദ്ദേഹം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും കൽക്കട്ട മുതൽ നടന്ന് സുവിശേഷപ്രതി കൊടുത്തിട്ടുള്ള അവിടങ്ങളിൽ അന്ന് അറിയപ്പെടുന്ന സാധു സുഭാഷ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഹിന്ദി അറിയാം. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം പഞ്ചാബിൽ എൻജിനീയറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം എൻ്റെ കൂടെ കൂടി ഇപ്പം എനിക്ക് ഹിന്ദിയിലെ ചില വാക്കുകൾ പറഞ്ഞു തന്നു. പിടികിട്ടി. ഇത് ചില വാക്കുകൾ മാത്രം. ഈ ട്രാക്റ്റ് കൊണ്ട് ലീജിയ സാബ് 25 പൈസ ഹൈ. അപ്പോൾ അവിടെ തീരെ ഇത് കൊടുക്കുക ലീജിയ സാബ്. എന്നാൽ 25 പൈസയ്ക്ക്, എന്നാൽ 25 പൈസയ്ക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് 50 പൈസയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. 25 പൈസ ഹൈ. ഈ രണ്ടും അതിനകത്ത് ഒത്തിരി തമാശകളുണ്ട്. ഒരു ദിവസം ഇങ്ങനെ നടന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ കുറച്ച് വാക്കുകൾ പറയും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ നിൽക്കുന്നു. ചെറുപ്പക്കാർ നിന്നപ്പോൾ ഞാനവിടെ ചെന്ന് പറഞ്ഞു ലിജിയ സാബ്. അപ്പോൾ ഇവരെ ഹിന്ദിയിലെ ഇവരുടെ മുഖഭാവം ദേഷ്യപ്പെടുകയാണെന്ന് എനിക്കറിയാം. ഇവർ തെറിയാ വിളിക്കുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പുറത്ത് നിന്ന് ഇവർക്കിത് മനസ്സിലാവുന്നുണ്ട്. ഇവരങ്ങ് ഒരു ഒഴുകി നിന്നു. അപ്പോൾ ഞാൻ ഒരാളെന്നെ പിടിച്ചിട്ട് ഒറ്റത്തള്ളി. ഇപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ലീജിയ സാപ്പ് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ പിടിച്ചിങ്ങോട്ട് തള്ളി. എന്നാൽ അപ്പുറത്ത് നിന്നിട്ട് ഞാൻ 25 പൈസ ആയ സാപ്പ്, അവൻ എന്നെ പിടിച്ചിങ്ങോട്ട് തള്ളി. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ തള്ളിക്കൊണ്ടിരിക്കുക. ഞാൻ ലീജിയ സാപ്പ് 25. അവസാനം ഇവർ പറഞ്ഞു ഇവൻ ഭ്രാന്തനെ വിട്ടേക്കാം. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു. ആ കാലങ്ങളിലെ ഭയങ്കര സന്തോഷമുള്ള സുവിശേഷ പ്രവർത്തനമായിരുന്നു. ആ ഏറിയുള്ള വീടുകളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത പട്ടണങ്ങളിലേക്ക് ഞങ്ങൾ പോകും. ചാക്കിനകത്ത് ഈ ഗോസ്പൽ പാക്കറ്റ് നിറയ്ക്കും, ബസ്സിൻ്റെ മേളിൽ കയറ്റിയിടും. എന്നിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ചായക്കട ചെന്നൊരു ചായ കുടിക്കും. ചായ കുടിച്ചിട്ട് അവരോട് ചോദിക്കും ഈ ചാക്ക് ഇവിടെ ഒന്ന് വെച്ചോളാൻ പറയും. ഞങ്ങളുടെ ഒരാളുടെ 2 സഞ്ചി ചിലപ്പോൾ 3 സഞ്ചി കാണും. അതിലെ ട്രാക്റ്റ് എല്ലാം നിറയ്ക്കും. ഒരു സഞ്ചി ഇവിടെ ഇങ്ങനെ ഒരു സഞ്ചി ഇങ്ങനെ തലയിൽ കൂടെ പുറത്തോട്ട് വിടും. ഞങ്ങളിങ്ങനെ അങ്ങ് നടന്നു പോയി കൊടുത്തു പോകും. രാത്രി ചിലപ്പോൾ കടത്തണ്ണയിലായിരിക്കും, സ്കൂൾ വരാന്തയിലായിരിക്കും, വനത്തിലും കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരു രാത്രിയിൽ ഞങ്ങളൊരു ഗ്രാമത്തിൽ ചെന്നപ്പം പർവ്വതത്തിൽ ചെന്നപ്പം സന്ധ്യയായിപ്പോയി. ഇനിയും ഒരു മനുഷ്യതാമസമുള്ളത് അങ്ങേ പർവ്വതത്തിലേ ഉള്ളൂ. താഴ്വരെ ഇറങ്ങി ഒരു നദി കടന്ന് വേണം അപ്പുറത്ത് പോകാൻ. അപ്പോൾ അവരോട് ചോദിച്ചു എവിടെയെങ്കിലും കിടന്നോട്ടെ. അവർ നമ്മളെ സമ്മതിച്ചില്ല, കിടത്തിയില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോരേണ്ട വന്നു. താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഈ വനമായി അടുത്തൊരു നദിയുണ്ട്. നേരെ ഇരുട്ടിപ്പോയി, കണ്ണ് കാണത്തില്ല. അപ്പോൾ അവിടെ ചെറിയ പാറ കണ്ട് ഞങ്ങൾ ആ പാറയിൽ കിടന്നുറങ്ങി. വെളുപ്പിനെ 4 മണിയായപ്പോൾ ഗ്രാമത്തുകാർ വന്നാണ് ഉണർത്തുന്നത്. അപ്പോൾ അവർക്കറിയാം ഞങ്ങൾ അക്കരെ കടന്ന് പോയിട്ടില്ലെന്നറിയാം. ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ അക്കരെ കടന്ന് പോയിട്ടില്ലെന്ന് അവർക്കറിയാം. ഇവരിവിടെ അകത്തെവിടെയോ ഉണ്ടെന്നറിയാം. പക്ഷെ ഇത് പുലിയുള്ള ഏറിയ അത് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ അവർക്കറിയാമായിരുന്നു. മനസ്സിലായി. അവരന്വേഷിച്ച് വന്നാ ജീവിച്ചിരിപ്പുണ്ടോ ആൾക്കാർ പോയി കിട്ടിയോ അവരന്വേഷിച്ച് വന്നു. അതപ്പോൾ ഞങ്ങളവിടെ പാറപ്പുറത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ദൈവകരങ്ങളിൽ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. ദൂതന്മാർ കാവലുണ്ടായിരുന്നു. പുലി എന്നാ വഴി വന്നില്ല. നമ്മൾ രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം ഞങ്ങളെ ഈ നദി പോയത് അപ്പുറത്ത് അക്കരെ കയറി. അങ്ങനെ സ്കൂൾ വരാതെ ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങും, ചിലപ്പോൾ കടത്തന്നെ കിടന്നുറങ്ങും, ചിലപ്പോൾ ഇതുപോലെ വലത്തുകൾ കിടന്നുറങ്ങും. ഈ സുവിശേഷപ്രതി ഒരു വീട്ടിൽ സുവിശേഷം എത്തണം. അപ്പോൾ നമ്മളൊരു പർവ്വത്തിൽ താഴെ ചെല്ലുമ്പോൾ അടുത്ത ഒരു വീട് കാണുമ്പോൾ ദൈവം ഇവിടെ ആരും ഇതുവരെ സുവിശേഷം എത്തിച്ചിട്ടില്ലല്ലോ, തീരായിട്ട് അന്ന് വരെ ആരും ഇവിടെ എത്തിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് സുവിശേഷം കൊണ്ട് എത്തിക്കണം. അതിനുവേണ്ടി കരയുമായിരുന്നു, ദൈവസ്ഥ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച കരഞ്ഞ് ഇങ്ങനെ പോയി ആ ചുറ്റുപാടുള്ള ഗ്രാമങ്ങൾ പടയല്ല ഒരു 3.5 വർഷം അവിടെ താമസിച്ചു. അത് ആദ്യം ഞാൻ ജോഗന്തനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, അത് കുലുവാലിയിലായിരുന്നു. പിന്നെ കങ്കടയിൽ വന്നു. അവിടെ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ കങ്കട ക്ഷേത്രത്തിൽ വന്നു. അവിടെ ഒരു വീട് എടുത്തിട്ട് താമസിച്ചു. അവിടെ നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നിടത്ത് PG വർഗീസ് വരുമായിരുന്നു? ഒരിക്കൽ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒരിക്കൽ വന്നിട്ടുണ്ട്. പുള്ളി വളരെ അന്ന് ഒത്തിരി മീറ്റിങ്ങുകളിൽ പുള്ളി വളരെ കഠിനാധ്വാനിയാണ്. ഗ്രാമങ്ങളിൽ ജീവിതം
ശരിക്കും അധ്വാനിക്കുന്നതാണ്. പുള്ളിയുടെ ജീവിതം നമുക്കൊക്കെ ഒത്തിരി മാതൃകയാണ്. കഠിനമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് നടന്ന് സുവിശേഷം അറിയിക്കാനായിട്ടൊരു നല്ല മാതൃകാ പുരുഷനാണ് പുള്ളി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജമ്മു കാശ്മീരിലെ കട്ടുവ, കങ്കട എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഈ ഗോസ്പിൾ പ്രതി കൊടുക്കാൻ ഒരു വലിയ, കങ്കട എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ഒരു പുണ്യസ്ഥലം, ക്ഷേത്രമുണ്ട്. അവിടെ ഒരു ദിവസം ഒരു 1000-1500 തീർത്ഥാടകർ വരും. അപ്പോൾ ആ തീർത്ഥാടകരെ സ്നാനത്തിന് വരുന്ന സ്ഥലം നോക്കി ഞങ്ങൾ മാറി ഇങ്ങനെ നിന്നപ്പോൾ ഇത് കൊടുക്കും. അന്നൊന്നും ഇന്നത്തെ പോലെ എതിർപ്പുകളൊന്നും ഉള്ള കാലമല്ല. ഇല്ല, അന്നൊന്നും ഇല്ല. അങ്ങനെ കൊടുക്കും. പിന്നീട് അവിടെ എല്ലാ ഗ്രാമങ്ങളിലെല്ലാം എത്തിക്കഴിഞ്ഞപ്പം ഒരിക്കൽ ഈ ആര്യസമാജക്കാരുടെ ഒരു പ്രതിസന്ധി എൻ്റെ അടുക്കൽ വന്നില്ല. പക്ഷേ അന്നത്തെ വീരപ്രതാപ് പത്രം, അവിടുത്തെ അന്നത്തെ ആ പത്രത്തിലൊരു ന്യൂസ് ഇട്ടു എൻ്റെ പേര് സഹിതം. പിന്നാരെ ഇവിടെ വന്നിട്ട് അതൊക്കെ അവർ കുറച്ച് കള്ളമായത്, ഞാൻ ഗോസ്പൽ പ്രതി കൊടുക്കുന്നതേ ഉള്ളൂ, അവർ പറഞ്ഞ പണമൊക്കെ കൊടുത്ത ആൾക്കാരെ പ്രലോഭിപ്പിക്കുന്നത്. അതെപ്പോഴും പറയുന്നൊരു പരാതിയാണല്ലോ. സത്യത്തിൽ അതെനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നുന്നു. ഇന്ന് വരെ ഈ പണം കൊടുത്ത് സുവിശേഷയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയാൽ വിജയിക്കത്തില്ലല്ലോ. ഇതെങ്ങനെ ഇപ്പം എന്നും പണം കൊടുത്തോണ്ടിരിക്കാൻ ഒക്കും? ഒരാൾ ഇപ്പോൾ പണം കൊടുത്തു ഇങ്ങോട്ട് വന്നു, നാളെ അയക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ പിന്നെയും ചോദിക്കത്തില്ലേ? നമ്മൾ ഒരു ദിവസം 1/2 കിലോ അരി മേടിക്കാനുള്ള കാശ് വിഷമിച്ചായി ഇത് നടക്കുന്നത്. ഇത് ഈ ഗോസ്പൽ വിട്ടിട്ട് വേണം നമുക്ക് അരി വാങ്ങാൻ. അന്ന് 2 രൂപയാണ് 1 കിലോ അരിക്കുള്ള വില. അതൊരു 1/2 കിലോ മേടിക്കാൻ 1 രൂപ വേണം. നമ്മൾ ഒരു പ്രതി കൊടുത്താൽ അന്ന് 25 പൈസ കൊടുക്കുന്നത് നമുക്ക് 10-13 പൈസയാണ് കിട്ടുന്നത്. ഒരു ദിവസം മുഴുവൻ നിന്ന് അധ്വാനിച്ചാലാണ് നമ്മൾക്ക് അന്നത്തെ അതും നമുക്ക് ശരിയായിട്ട് ആഹാരം കഴിക്കാൻ കിട്ടത്തില്ല. ചിലപ്പോൾ നമ്മൾ കൂടുതൽ നടന്ന് ക്ഷീണിച്ച് ഒരു വെള്ളം കുടിക്കുകയോ ചായ കുടിക്കുകയോ ഒരു ബണ്ണ് വല്ലതും മേടിച്ച് തിന്നുകയോ ചെയ്തു പോയെങ്കിൽ പിന്നെ അന്ന് അരിപടിയിട്ട് നടക്കില്ല. അങ്ങനെ ജീവിക്കും നമ്മളവിടെയാണ് ആൾക്കാർക്ക് കാശ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു സന്തോഷമായ ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം പിന്നെ കാശ്മീരി വന്നത് PG വർഗീസ് സാർ പണിത ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവിടുത്തെ പാഷ പോയപ്പോൾ അവിടെ ഒരു 2-3 കുടുംബങ്ങളും ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ചെറിയ സഭയായിട്ട് അതാണ് ആദ്യമായിട്ടൊരു സഭാ ശുശ്രൂഷ ചെയ്യുന്നത്. അതെ, നേരത്തെ ഭാഷയൊക്കെ ഒരുമാതിരിയൊക്കെ പഠിച്ചു, ഒരു വിധമായി അന്നേരം ഭാഷയിൽ പറയാനൊക്കെ തുടങ്ങി. അത് അവിടുത്തെ സമൂഹത്തിലെ അറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലെ ആ കാലഘട്ടത്തിലെ വിശ്വാസി സമൂഹത്തെ അറിയാമല്ലോ. ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു 3-4-5 വീട്ടുകാർ പാവങ്ങളാണ്. അവരുടെ ഇടയിലായിരുന്നു അന്ന്. അത് അവിടുത്തെ തോപ്പടായിട്ട് പറഞ്ഞ കുഴപ്പമുണ്ടോ? ഇല്ല. ഈ ബ്രാഹ്മൺ കുടുംബത്തിൽപ്പെട്ടവരാരും അവിടുത്തെ ക്രിസ്ത്യൻസിനെ അംഗീകരിക്കുന്നില്ല. അന്ന് യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് വന്നത് അവിടുത്തെ സീപ്പേഴ്സ് ആയിരിക്കുന്ന ആൾക്കാരാണ്, ഈ തൂത്തുവാരുന്ന ആൾക്കാരാണ്. അവരെ ഈ തോട്ടികളെന്ന് പറയുന്നത് അവരുടെ ഒരു നേതാവായിട്ടാണ് നമ്മളെ കാണുന്നത്. അതുകൊണ്ട് നമ്മളൊരു ക്രിസ്തീയ പ്രവർത്തകനാണെന്ന് പറഞ്ഞ ഒരു വീട്ടിൽ ചെന്നാൽ നമുക്കും അകത്തേക്ക് പ്രവേശനം. ജാതി വ്യവസ്ഥതയുടെ എല്ലാ തിന്മകളും കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം നമ്മളെ കാണുന്നത് ആക്ച്വലി പാതിരി എന്ന് പറഞ്ഞാൽ അവരറിയുന്നത് സ്വീപ്പേഴ്സിൻ്റെ നേതാവ്, ഗുരു എന്നാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. നമ്മളൊരു പാതിരി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പാതിരി ഷാപ്പ് എന്നൊക്കെ പറയുന്നെങ്കിലും അവർ കണക്കാക്കുന്ന അങ്ങനെ. അപ്പം നമുക്ക് അവരൊരു കടയിൽ ചെന്നാലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്നാലോ പ്രവേശനമില്ല. അവർ നമ്മളെ കാണുന്നത് അങ്ങനെയാണ്. അവരിൽപ്പെട്ട കുറച്ച് പേരെ അവരാണെന്ന് സുവിശേഷം ഏറ്റെടുത്ത ദൈവസന്നിധിയിലേക്ക് വന്നത്. ഇതേത് കാലഘട്ടമാണ്? ഇത് 82. അന്ന് ഈ കാശ്മീരിൽ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ? ഈ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രോബ്ലംസ് അതൊന്നുമില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. അതിനുശേഷം പിന്നെ ഞാൻ രാമേശ്വരം തിരിച്ചിങ്ങ് പോരുന്നു. അവരെ വിട്ട് പോരുമ്പോൾ നാട്ടിലേക്ക് വരുന്ന വഴിക്ക് നമുക്ക് എംപൗരോസിനെ നേരത്തെ അറിയാം. ഇതിനിടയ്ക്ക് കല്യാണം കഴിച്ചായിരുന്നു? കല്യാണം കഴിച്ചായിരുന്നു 82. 82 കല്യാണം കഴിച്ചു കഴിഞ്ഞ് കാശ്മീരിൽ ഭാര്യയുടെ കൂടെ ഭാര്യയുമായിട്ട് ഹിമാചലിൽ തന്നെയാണ് പോയത്. ഹിമാചൽ പ്രദേശിലായിരിക്കുമ്പോൾ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭാര്യയ്ക്ക് ഇങ്ങനെ ഈ പിന്നെ അവിടെയൊക്കെ പോകാനായിട്ട് നമുക്ക് സന്തോഷമായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അന്നും ഇന്നും ഒരു പ്രശ്നമില്ല, സന്തോഷമായിരുന്നു. പിന്നെ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ട്രെയിനിലിരുന്ന് നമ്മൾ പറഞ്ഞ ക്ലാസ് കൊടുത്തായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ ഒരു പട്ടണി ആയിരിക്കും പറഞ്ഞു കൊടുത്തായിരുന്നു.
കാരണം പട്ടിണിയൊക്കെ ഒത്തിരി കിടന്നിട്ടുണ്ടെന്നേ. 10 ദിവസമൊക്കെ ആഹാരം ഇല്ലാതെ ഇരുന്ന പല സന്ദർഭങ്ങളുണ്ടായി. ദൈവം വലിയ മിറക്കിളായിട്ട് ആഹാരം തന്ന സമയങ്ങളുണ്ട്. അതൊക്കെ ഒരു വലിയ അനുഭവങ്ങളായിരുന്നു. അതൊന്നും നിരാശയൊന്നുമില്ല. ഇല്ല, പട്ടിണിയാണെങ്കിലും പ്രശ്നമില്ല, ഒന്നുമില്ല. സന്തോഷത്തോടെ നമ്മൾ ചെയ്യാം. പിന്നെ വളരെ മടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ കരയും. ദൈവം ഉടനെ ഏതെങ്കിലും ഒരു വഴി എവിടുന്നെങ്കിലും ഒരു അത്ഭുതകരമായൊരു വഴി തുറക്കും. അന്ന് കുറച്ച് ദിവസത്തേക്ക് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇത് തന്നെയാണ്. അങ്ങനെ സന്തോഷമായിട്ട് ട്രാക്റ്റ് കൊടുത്ത സുവിശേഷം. പക്ഷെ മനസ്സിന് ഭയങ്കര തൃപ്തിയാണ്. ആരും സുവിശേഷം എത്തിക്കാത്ത സ്ഥലങ്ങളിൽ, വീടുകളിൽ, വ്യക്തികളിൽ സുവിശേഷപ്രതി കൊണ്ട് കൊടുക്കാനിടയായി. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അത് വളരെ സന്തോഷമായിരുന്നു. അതിനുവേണ്ടി അങ്ങ് ഓടി നടക്കുമായിരുന്നു, കഷ്ടപ്പെടുമായിരുന്നു. നമുക്ക് ചെറുപ്പമല്ലേ, ആരോഗ്യമുണ്ട്. അവിടുന്ന് പിന്നെ രാമേശ്വരത്ത് വന്ന് കുറച്ച് നാളെ എംപൗലോസിനെ പരിചയം. ഞങ്ങൾ ബൈബിൾ സ്കൂൾ വെക്കേഷൻ ടൈമിൽ പുള്ളിക്കാരനോട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കണ്ട് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നാട്ടിൽ പോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഞങ്ങളുടെ ആത്മീയ പിതാവെന്ന് പറയുന്നതെല്ലാം പാസ്റ്റർ പി ജെ ദാനിയേൽ സാറാണ്. അപ്പോൾ എൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ പി ജെ ദാനിയേൽ സാർ കൂടെ ഹൈറേഞ്ചിൽ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് ഞങ്ങളുമായിട്ട് വളരെ നല്ല അടുത്ത ക്ലോസ് ബന്ധമാണ്. അപ്പോൾ ഞാൻ പപ്പ എന്ന് പറഞ്ഞ് ഒന്ന് കാണാനായിട്ട് അവിടെ ചെന്നപ്പം എന്നോട് പറഞ്ഞു, നമ്മുടെ ബോംബെയിലെ സഭയിലെ പാസ്റ്റർ പി ടി വർഗീസ് അടുത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറുക, അതൊരു ചർച്ച ഉണ്ട്, അവിടെ പെടാനായിട്ട് ഇപ്പോൾ ആളില്ല, താങ്കൾ നോർത്തിൽ നിന്ന് വന്നാണല്ലോ, അങ്ങോട്ട് പോകാമല്ലോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ എന്നെ നിർബന്ധിച്ചു. അങ്ങനെ ആ നിർബന്ധം കൊണ്ടാണ് ഞാൻ ബോംബെക്ക് പോകുന്നത്. അങ്ങനെ ഗാഡ് കോപ്പർ സഭയുടെ പാസ്റ്റർ, എനിക്ക് മുമ്പ് 8 വർഷം അതിൻ്റെ പാസ്റ്ററായിട്ടിരുന്നു പാസ്റ്റർ പി ടി വർഗീസിന് മുൻപ് പലരുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ 3-4 പേരെങ്കിലും അതിന് മുമ്പ് പാസ്റ്ററായിട്ട് അവിടെ ഇരുന്നതാണ്. അങ്ങനെയാണ് ബോംബെ ചെല്ലുന്നതും അവിടെ വെച്ചാണ് പി ടി വർഗീസിനെ കണ്ടുമുട്ടുന്നത്. കാരണം ഞാൻ ഇരുന്ന ആദ്യമായി ഗാഡ് കോപ്പർ സഭയിലെ മുൻ പാസ്റ്റർ എന്നുള്ള നിലയിലാണ് പരിചയപ്പെടുന്നത്. അതെ പരിചയപ്പെടുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി അടുത്ത ടാക്കുറലി സ്ഥലത്തേക്ക് സ്ഥലം മാറി. അപ്പോൾ ഈ രണ്ടിനെയും ഫൈനാൻസ് നിയന്ത്രിക്കുന്ന ഈ ഒരു സഭയാണ് രണ്ടും കൂടെ. അങ്ങനെയായിരുന്നു. പിന്നീട് അത് രണ്ടായി. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ തമ്മിൽ സ്നേഹിതരായി. ഞങ്ങൾ രണ്ടും ഉണ്ടായി. പിന്നെ വാപ്പിൽ CS കറിയ പാസ്സായി. ഞങ്ങൾ 3 പേരായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ബൈബിൾ സ്കൂള് തുടങ്ങാമെന്ന് പി ടി വർഗീസ് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ അതിനോടുകൂടെ സപ്പോർട്ടായിട്ട് നിന്നു. അങ്ങനെ 89 നമ്മൾ ബൈബിൾ സ്കൂൾ തുടങ്ങി. 5 പിള്ളേരാണ്. ആ 5 പിള്ളേരിൽ ഒരാളാണ് സജി മാത്യു, ജോൺ മാത്യു, ഇങ്ങനെ ഇവരെല്ലാം. അല്ല, അന്നേരം നിങ്ങൾക്ക് ഇതൊരു സഭയാക്കി മാറ്റാനുള്ള പ്ലാനൊന്നും ഇല്ല? പി ജെ ദാനിയേൽ സാർ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു അവിടുത്തെ വർക്കിനെ. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ നിന്നെന്ന് പറഞ്ഞ് പി ജെ ദാസ് സാറിൻ്റെ അനുവാദത്തോടുകൂടെ അന്നത്തെ സെക്രട്ടറി ആക്കിയത് MA തോമസ് വന്നിട്ട് പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു പേരുമൊക്കെ തന്ന് അങ്ങനെ ആ ബൈബിൾ സ്കൂൾ തുടങ്ങി. ആ ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ചവരെ അതിൻ്റെ ഭാഗമായ പ്രവർത്തനമായിട്ട് വിട്ടു. 8 പേരെങ്ങാണ്ടായി. എൻ്റെ ഓർമ്മയിലിപ്പം ഒരു 8 പേരെങ്ങാണ്ടായപ്പോഴാണ് പെന്തക്കോസ്റ്റ് ദൈവസം പി ജെ ദാനിയേൽ സാർ മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പം അലക്സാണ്ടർ ദാനിയേൽ വന്നു. പുള്ളിക്കാരൻ്റെ ഈ ഗ്രാമത്തിലെ വർക്കൊന്നും വേണ്ട, ഗ്രാമത്തിലെ വർക്കുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. സിറ്റിയിലെ ഞങ്ങളെ 2 പേരെയും മതിയെന്ന് പറഞ്ഞു. എന്നെയും പി ടി വർഗീസ് മാസ്റ്ററെ മതിയെന്ന് പറഞ്ഞു. അത് ഒത്തില്ല. അപ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ ഒത്തിരി ഒരു 6 മാസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അല്ല, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇവരെ പല പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ നമ്മുടെ രക്ഷയിലേക്ക് വന്ന് നമ്മൾ പഠിപ്പിച്ചവരാണ്. അവരെ നമുക്ക് കൈവിടാനൊക്കില്ല. ബൈബിൾ സ്കൂൾ നിർത്താൻ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നിങ്ങളെ അനുസരിക്കാം, പക്ഷേ ഇവരെ നമുക്ക് കൈവിടാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവരെ വിടാൻ അതൊക്കെ ഒരു അവരിവിടെ വന്ന് വോട്ട് ചെയ്താണ് ഇദ്ദേഹം പ്രസിഡന്റ് ആയത്. പക്ഷേ വിടാൻ പറഞ്ഞു. അത് അങ്ങനെ അതങ്ങനെ പിന്നെ നമ്മൾ അവരെ വിടേണ്ട വന്നു. വിട്ടു. അങ്ങനെ നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിന്നപ്പോൾ നമ്മളൊരു പ്രസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്തു. അതാണ് മഹനദാൻ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മഹനദാൻ ഫെലോഷിപ്പ് തുടക്കം മുതൽ നിങ്ങൾ പി ടി വർഗീസ് സാറും അച്ഛനും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അത് ഒരു 600-ലധികം സഭകളുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അത് മാറി. തദ്ദേശീയ സഭകളാണ്, അല്ലാതെ മലയാളികളുമായിട്ട് ബന്ധമില്ല. മലയാളി നമുക്കൊരു 5% പാസ്റ്റർമാരെ, 10% കുട്ടിക്കോ മലയാളികൾ എല്ലാം സ്വദേശീയരാണ്.
അതെ, എല്ലാ സ്റ്റേറ്റിലും അവിടുത്തുകാരെ നമ്മുടെ ബൈബിൾ സ്കൂളിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചു. ഇതിൽ ഒരു 90% കൂടുതലും നമ്മുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച ആളുകൾ നമ്മുടെ ശിഷ്യന്മാർ തന്നെയാണ്, നമ്മുടെ പിള്ളേർ തന്നെയാണ്. അപ്പോൾ മഹനേതാൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിശാലമായിട്ട് മുന്നോട്ട് പോകുന്നു. അച്ഛൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ കുടുംബം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എനിക്ക് വൈഫ് കുറ്റിയിലെ ചാക്കോച്ചായൻ്റെ അമ്മണിയുടെയും മകള് ജോഡിയാണ് എൻ്റെ ഭാര്യ. എനിക്ക് 2 പിള്ളേരെയാണ് ദൈവം തന്നിരിക്കുന്നത്. മൂത്തത് മോളാണ്, അവൾ പ്രൈസി. അവർ കുടുംബമായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. പിന്നെ ഉള്ളത് മോനാണ് പ്രിൻസ്. അവർ കുടുംബമായിട്ട് കാനഡയിലാണ്. ഞങ്ങൾ ബോംബെയിൽ തന്നെ താമസിക്കുന്നു. ഓക്കെ, അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിച്ചു. വീണ്ടും പറയാനാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ കാണും. മറ്റൊരവസരത്തിൽ നമുക്ക് അത് സംസാരിക്കാം. എനിവേ, കർത്താവ് കൂടുതൽ അനുഗ്രഹിക്കട്ടെ, ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയയുടെ പ്രേക്ഷകരോട് ഒന്നിച്ച് ഇരിക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിൻ്റ് എഡിഷനുണ്ട്. ആ പ്രിൻ്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.